ഹലോ ഗൈസ്, നടുവണ്ണൂർ അംഗനവാടിയിലെ പ്രവേശനോത്സവമായിരുന്നു ഇന്നലെ. എല്ലാ അംഗനവാടിയിലും ഇന്നലെയായിരുന്നു അല്ലേ പ്രവേശനോത്സവം. അങ്ങനെ ടീച്ചറും ഹെൽപ്പറും പിന്നെ അവൻ്റെ ഫ്രണ്ട്സും കൂടെ നമ്മൾ ഫ്ലെക്സൊക്കെ പിടിച്ച് ഫ്ലെക്സ് എല്ലാം ഫിക്സ് ചെയ്ത് തലേ ദിവസത്തെ അലങ്കാര പണികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാ പുതിയ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട്. ഒരു 5-6 പേര് വന്നിട്ടുണ്ട്. കുറേ പേര് കരയുന്നുണ്ട്, പക്ഷേ ഇന്ന് അത്ര കരച്ചിലൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ, സെൽഫി കോർണർ. പിന്നെ അംഗനവാടിയിൽ ബിരിയാണിയാന്ന് പറഞ്ഞു. അപ്പോൾ മുട്ട ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ പാരൻസ് തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഉള്ളി അരിയുന്നുണ്ട്, ക്യാരറ്റ് അരിയുന്നുണ്ട്, പിന്നെ അവിടെ എന്താ പറയുന്നത്, പായസം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കിച്ചണിൽ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗ് മീൻസ് ചെറിയൊരു ടീച്ചർ കുറച്ച് സംസാരിച്ചു, പിന്നെ പഞ്ചായത്ത് മെമ്പറുണ്ട്, പിന്നെ അവിടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടെ ഉള്ളൊരു ഇതൊക്കെ കഴിഞ്ഞു. ഒരു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. തൊപ്പിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ലഡു കൊടുത്തിട്ടുണ്ട്, പിന്നെ പായസം കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളെ വെച്ചിട്ട് കുറേ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട്. പിന്നെ അവിടെയുള്ള ഒരാൾ കുട്ടികൾക്ക് മറ്റേ ക്രയോൺസൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ടീച്ചർ വക ഒരു പാട്ടും ഡാൻസും, അങ്ങനെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു. ഫസ്റ്റ് ഉള്ള കുട്ടികളൊക്കെ നല്ല എന്താ പറയുക, പക്ഷെ അവർക്ക് നല്ല ഹാപ്പി ആട്ടോ. ഈ അംഗനവാടിയുടെ പ്രത്യേകത വെച്ചാൽ നിറയെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എന്താ നല്ല നമുക്ക് പഴയ അംഗനവാടി പോലും നല്ല ഇപ്പോഴത്തെ അംഗനവാടി. അങ്ങനെ നമ്മളെ മുട്ട ബിരിയാണിയും പിന്നെ ബിരിയാണി മാത്രമേ ഉള്ളൂ. അതെല്ലാം റെഡിയായി സെറ്റാക്കി നമ്മൾ ഇലയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി കുഞ്ഞുങ്ങളെല്ലാവരെയും നിരത്തിയിരുത്തി 20 പേരുണ്ട് തോന്നുന്നു. അപ്പോൾ ഇലയൊക്കെ ഇട്ട് അവർക്ക് ബിരിയാണിയും സാലഡും മുട്ടയൊക്കെ വിളമ്പി. ഇതൊരു കുഞ്ഞ് പറഞ്ഞിട്ടില്ലായിരുന്നോ, അംഗനവാടിയിൽ ബിരിയാണിയും പിന്നെ കോഴി പൊരിച്ചതും വേണം. അങ്ങനെ ആ സംഭവം സാങ്ഷൻ ആയിട്ടുണ്ട്. ഇനി എല്ലാ ആഴ്ചയും അംഗനവാടി 2 ദിവസം മുട്ട ബിരിയാണിയും പുലാവും ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. ആർക്കറിയാം ഉണ്ടാവുമോ ഇല്ലയെന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് നമ്മൾ എന്താ പറയുക, ലാസ്റ്റ് എല്ലാവരും പോയിട്ടാണ് ഉച്ചയാകുമ്പോഴേക്ക്. ടാറ്റാ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഫോട്ടോ ഉണ്ടായിരുന്നേ, ഫോട്ടോസും